ഹലോ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിപ് പിഗ്മെൻറ്റേഷൻ കുറക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീട്ടിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നിങ്ങളുടെ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ കാണാം. നിങ്ങൾ വിചാരിക്കും എന്ത് ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ല, എൻ്റെ സ്പീഡിൽ പോകണമെങ്കിൽ. സത്യം പറഞ്ഞാൽ ഫോണിൽ ചാർജ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യണം. ഇന്ന് ഈവനിങ് 6 മണിക്ക് വരേണ്ട വീഡിയോ ആണിത്. അപ്പോൾ വേറെ വീഡിയോ ഒന്നും എടുത്തു വെച്ചതില്ല. പിന്നെ നമുക്കിനിപ്പോൾ ഇന്ന് സ്കിൻ വൈറ്റനിങ് സീരീസ് തുടങ്ങേണ്ടതെന്ന് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സൺഡേ തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെ ഒരു നല്ല ദിവസത്തോട് കൂടെ തുടങ്ങാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലിപ് പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള ഒരു സാധനമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോണത്. ബിഫോർ ദാറ്റ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ലിപ് പിഗ്മെൻറ്റേഷൻ ഒരുപാടൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തംറോസ്റ്റയാണ്. തംറോസ്റ്റ് നമ്മുടെ ഡോക്ടർ നാദിയയുടെ ലിപ് ബാമാണ്. അതിൻ്റെ ഡേ നൈറ്റ് ക്രീംസ് യൂസ് ചെയ്ത ശേഷമാണ് എൻ്റെ ലിപ്പിൻ്റെ ഒരുപാട് പിഗ്മെൻറ്റേഷൻ എനിക്ക് കുറക്കാൻ പറ്റിയത്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, അത് നിർത്തിയിട്ട് അത് തീർന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ അരച്ച് നോക്കി നമ്മൾ ലിപ്പ് പിഗ്മെൻറ്റേഷൻ. പിന്നീട് എനിക്ക് പോയ പിഗ്മെൻറ്റേഷൻ തിരിച്ചു വന്നിട്ടില്ല. ബട്ട് എന്നെക്കാളും അത് കുറച്ചും കൂടെ വർക്ക് ആയതിൻ്റെ അനിയത്തിക്കാണ്. കാരണം അവളുടെ ലിപ്സ് എന്ന് പറയുന്നത് വളരെ ഡള്ളായിട്ടുള്ള ഒരു ലിപ്സ് ആയിരുന്നു, വളരെ ഡാർക്കറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അവൾക്കാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അത് കൂടാണ്ട് എന്നെക്കാളും കൂടുതൽ ഉപയോഗിച്ചതും അവൾ തന്നെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എനിക്കും ലിപ്പിൻ്റെ ഒന്ന് പിഗ്മെൻറ്റേഷൻ കുറക്കണം എന്ന് കരുതിയിട്ട് ഞാൻ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തു, കുറേ ഗൂഗിൾ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഒരുപാട് സ്ഥലത്തു നിന്നൊരു ഹാക്കായിട്ട് കണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ ട്രൈ ചെയ്യുന്നു, അപ്പോൾ ഈ ഒരു ഹാക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തോളാം, അങ്ങനെയാണ് ഞാൻ ട്രൈ ചെയ്തത്. സോ നിങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് കണ്ടിട്ട് വരും. അപ്പോൾ ഇതുവരെ നമുക്ക് ആവശ്യം ഒരു ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നാച്ചുറലായിട്ടുള്ള ബീട്രൂട്ട് അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 കളറാണ് ലിപ്സ്റ്റിക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഇത് തന്നെയാണ് എടുത്തത്. പക്ഷേ ഈ ഒരു ബ്രൗൺ കളർ കുറച്ച് കുറവായിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ കുറച്ചും കൂടെ റെഡിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാനത് നേരെ മാറ്റി. പിന്നെ നമുക്ക് വാസ്ലിൻ ആവശ്യമാണ്, പെട്രോളിയം ജെൽ. വാസ്ലിൻ്റെ കമ്പനി തന്നെ നിർബന്ധമൊന്നുമില്ല, പക്ഷേ പെട്രോളിയം ജെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വാസ്ലിൻ ആയിരിക്കും കിട്ടും. അപ്പോൾ ഇതിന് നമ്മൾ ഉരുക്കുക. ഇത് ഉരുക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിൽ കൂടെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അമേസിങ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചേർക്കേണ്ടിയിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിൽ ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഇത് മിക്സ് ചെയ്യാനായിട്ട് വേറെ വലിയ സാധനമൊന്നും ഇല്ലാത്ത കാരണം ഒരു സ്ലൈഡ് എടുത്തിട്ട് ലൈക്ക് ബോബി പിൻ എടുത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാനിതൊരു ഒരു ഗ്ലാസ് ടൈറ്റിലേക്ക് ഞാനിത് ടെംബ്ലറിലേക്ക് ഞാനത് മാറ്റുകയാണ്. എൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, അത് ഫൗണ്ടേഷൻ എന്തോ ആണ്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വാസ്ലിൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എക്സ്ട്രാ എന്തെങ്കിലും ലിപ് പിഗ്മെൻറ്റേഷൻ ലൈക്ക് ഒരു ടിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ടിൻറ്റ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിൻറ്റ് കൊടുത്തത്. എനിക്ക് ടിൻറ്റ് ഇല്ലാത്ത ലിപ്സ്റ്റിക്കോ ലിപ് ബാംസോ എനിക്ക് പൊതുവെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടിൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ക്രീമി ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാം. ലൈക്ക് നമ്മുടെ സാധാരണ മാറ്റ് ഫിനിഷിങ് വരുന്ന, അതായത് നമ്മുടെ ഫ്ലൂയിഡായിട്ടുള്ള ലിക്വിഡ് ബേസിസിലുള്ള ലിപ്സ്റ്റിക്കിനെക്കാളും കുറച്ചും കൂടെ ഫാർ ബെറ്റർ ഈ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം ഞാൻ യൂസ് ചെയ്ത ഇതാണ്. അതിന് ശേഷം ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണിത്. ഇത് ആദ്യം ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് കളർ കണ്ട വ്യത്യാസമുണ്ട്. നമ്മൾ ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഒരു മെറൂൺ കളറാണിത്. ഇത് കുറച്ചൊരു ലൈറ്റ് പിങ്ക്, ഒരു ചുവപ്പിലേക്കാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഏകദേശം ഇത് തീർന്നു. അപ്പോൾ ഞാൻ ഇത് തീർന്നിട്ട് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും നാൾ ഈ വീഡിയോ ഡിലേ ആയത്. ഇതാണ് നമ്മൾ നേരത്തെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കി കണ്ട വീഡിയോ. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്, ഈ ഒരു ടിൻ്റാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ചുണ്ടിൽ. കണ്ടോ, ഇത് കുറച്ചും കൂടെ റെഡാണ്. കുറച്ചും കൂടെ ഒരു ടിൻറ്റ് കിട്ടും. ഇതിന് ടിൻറ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേട്ടോ, ഇത് നിങ്ങൾ സാധാരണ ഓവർനൈറ്റ് അപ്ലൈ ചെയ്തിട്ട് രാവിലെ കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. രാവിലെ വരെ നമ്മുടെ സ്കിന്ന് ശരിക്കും ഇത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ രാത്രി അപ്ലൈ ചെയ്താലും രാവിലെ വരെ ആ ഒരു മോയ്സ്ചറൈസിങ് ഫീൽ നമ്മുടെ ചുണ്ടിനുണ്ടാവും. അപ്പോൾ അതുവഴി നമ്മുടെ ചുണ്ടിന് ഒരു ഡ്രൈ ആവുന്ന ഫീൽ ഉണ്ടാവത്തില്ല. ഈ ഡ്രൈ ആകുമ്പോഴാണ് ശരിക്കും ചുണ്ടിൽ ഡെഡ് സെൽസ് അടിഞ്ഞു കൂടുന്നത്. ഈ ഡെഡ് സെൽസ് അടിഞ്ഞു കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചുണ്ട് ഡാർക്കർ ആവും. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ചുണ്ടിൽ ഡെഡ് സ്കിൻ സെൽസ് അടിഞ്ഞുകൂടുന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഡെഡ് സ്കിൻസ് അടിഞ്ഞുകൂടുന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പ്രശ്നം
ഡാർക്കൻ ആവുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൺ എക്സ്പോഷറും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് എന്താ പറയുക, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് വാസ്ലിൻ തേച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോഴത്തേക്കും കറക്കുന്നു. പക്ഷേ എനിക്കിതുവരെ അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചുണ്ടിന് ഈ ഒരു സാധനം നല്ലപോലെ വർക്കായിട്ടുണ്ട്. ഇത് എത്ര പേർക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് വർക്കായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, ജസ്റ്റ് ഇത് ഇൻഫോം ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കണം. ഇഷ്ടപ്പെടുമെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഉറപ്പും കൂടെ വരുത്തിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടുവരിക്കും.